പൂച്ചാക്കൽ തന്നെയല്ല, ഞങ്ങളുടെ ഈ പരിസരത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു പെരുമ്പളം പാലം അടൂർ ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ടല്ലോ, പഴയ പോലെ അല്ലല്ലോ. ഇപ്പോൾ തന്നെ റോഡുകളും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ മൊത്തത്തിൽ നാടിന് പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ന്യായമായ രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനൊക്കെ ഇല്ല. കുടിവെള്ളം ക്ഷാമം ഇപ്പോൾ വളരെ കുറവാണ്. നേരത്തെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആൾക്കാർ കുടമായിട്ട് വെച്ച് വെള്ളം പിടിച്ചുകൊണ്ട് വെച്ച കാലം ഉണ്ടായിരുന്നു, ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. ഞങ്ങളത് കുറേ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ആൾക്കാർ എല്ലാ സ്ഥലത്തും കുടിവെള്ളവും കാര്യങ്ങളൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞക്കാർഡാണ്, അപ്പോൾ അത് റേഷൻ എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ മാർജിൻ ഫ്രീ ആക്കി ചെന്നാൽ ആ കാർഡ് കാണിക്കുമ്പോൾ അതിൻ്റെ വില കുറച്ച് കിട്ടാറുണ്ട്. ഹോസ്പിറ്റലൊക്കെ മെച്ചമുണ്ട്. അത്യാവശ്യം മരുന്ന്, പിന്നെ നമ്മളോട് പെരുമാറുന്ന രീതിക്കൊക്കെ നേരത്തെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിന് ധർമ്മത്തിന് ചെല്ലുന്ന ഒരു രീതിയിലായിരുന്നു പെരുമാറ്റം. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. വളർച്ച വളരെ അവിശ്വസനീയമായ വളർച്ചയല്ലേ എല്ലാ മേഖലയിലും. അതായത് ഇപ്പോൾ കുടുംബശ്രീ തലത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും നല്ല മാറ്റം ഞങ്ങളുടെ ഈ നാടിന് വന്നിട്ടുണ്ട്. വികസനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പെരുമ്പളം പാലം തന്നെ ഉദാഹരണമല്ലേ. 106 കോടി രൂപ ചെലവഴിച്ച് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ആശുപത്രി പോകാനും പിന്നെ ബാങ്കിൽ പോകാനും അവിടെ ഇവിടെ എല്ലായിടത്തും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വള്ളത്തിൽ കയറി പോകുമ്പോഴത്തേക്കും ഇടക്ക് വരുമ്പോൾ മരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. വഞ്ചിയെ കിടന്ന് മരിച്ചുപോയാൾ എങ്ങനെയാ? ഞാൻ ഈ പുള്ളി കിടന്നിട്ട് വിറക്കണം കണ്ട് കയ്യെ പിടിച്ചിട്ടിരിക്കുക, ഒരു പലകയെ വെച്ച് ആശുപത്രി കൊണ്ടുവന്നു. ഈ പുള്ളി ഇങ്ങനെ കൈ കിടന്ന് വലിക്കുന്നുണ്ട്. ഞാനോർത്ത് പുള്ളിക്ക് എന്തോ പ്രശ്നമായിട്ടാണ്, അറ്റാക്കായിരുന്നു. ഞാനിവിടുന്ന് വഞ്ചിയെ വലിച്ച് ആളാശുപത്രി കൊണ്ടുവന്നപ്പോൾ ആള് തീർന്നു. എന്തോരം മാറ്റങ്ങളിപ്പോൾ വന്നു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പാലം. 50% കൂടുതൽ ആൾക്കാർ എറണാകുളത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ കടകളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് അവിടെ 8 മണിക്ക് കയറണമെങ്കിലും ഇവിടെ ഒരു 5:30-6 മണിയുടെ ബോട്ടിനെങ്കിലും ഇവിടെ പെരുമ്പളത്തു നിന്ന് പോകണം. എന്നാലേ അവർക്ക് 8 മണിക്ക് അവിടെ പോയി പഞ്ച് ചെയ്യണമെടുക്കുകയാണെങ്കിൽ 8 മണിക്ക് പഞ്ച് ചെയ്യണമെങ്കിൽ 6 മണിക്കെങ്കിലും പെരുമ്പളത്തു നിന്ന് പോകണം. പാലം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൂറിസം മേഖലയ്ക്ക് വലിയൊരു വികസനം സാധ്യമാകും. കാരണം ഇവിടുത്തെ ഒത്തിരി കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് പെണ്ണിനെ കിട്ടൂലായിരുന്നു. പെരുമ്പളമാണെന്ന് പറയുമ്പോൾ തന്നെ വേണ്ട, യാത്ര ബുദ്ധിമുട്ട്. കാരണം അക്കരെ വന്ന സമയത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ജങ്കാറ ബോട്ട വിട്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വിചാരം ഇവിടുത്തെ യാത്ര ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടില്ല. ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ പറയണത്, ഓരോരോ തടസ്സങ്ങൾ. അങ്ങനെ എത്രയോ കല്യാണങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ആയി. ഞങ്ങൾക്ക് പാലം വന്നപ്പോൾ തന്നെ അതോടുകൂടി ഞങ്ങളെല്ലാം മാറി. പാലം വന്നതോടുകൂടി ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇല്ല, പണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പണ്ടുള്ള ദാരിദ്ര്യം അല്ലെങ്കിൽ മറ്റ് അസൗകര്യങ്ങളൊക്കെ മാറിയില്ലേ. യാത്രാ സൗകര്യങ്ങളും മറ്റെല്ലാം കൊണ്ടും പുരോഗതി ഉണ്ടാകുന്നുണ്ടല്ലോ. വള്ളത്തിൽ വെച്ച് പ്രസവിച്ച കേസുകളും ബോട്ടിൽ വെച്ച് പ്രസവിച്ച കേസുകളൊക്കെ ഉണ്ട്. ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഇപ്പോൾ ഈ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ 10 വർഷത്തിന് മുമ്പും ഒരു രക്ഷയില്ലായിരുന്നു. സ്കൂളൊക്കെ ഞങ്ങളുടെ ഹൈടെക് സ്കൂളുകളായില്ലേ എല്ലാം. ഞങ്ങൾ പുത്തങ്കാവ് പിന്നെ SDP സ്കൂള് ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ സ്കൂൾ തന്നെ എന്ത് ഡെവലപ്പായി. ബാറുകളും സാധനങ്ങളൊക്കെ എല്ലാം അടിപൊളിയായി. റേഷൻ കട മാത്രം മോശമായിട്ടിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം റേഷൻ കടകളും നല്ല രീതിയിലായി. തൊറൂർ ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളി നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ നല്ലതാണ്. കാരണം എൻ്റെ മോള് പ്രസവിച്ചത് അവിടെയാണ്. അവിടെ ഇപ്പോൾ ഒമ്പതക്കടം നല്ല ഇപ്പോൾ ഡോക്ടർമാർ 3-4 പേരുണ്ട്. അതിനുവെച്ചാൽ ആളുണ്ട് നല്ല. പിന്നെ ജനങ്ങൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യത വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പള്ളിപ്പുറത്ത് 5 കിലോമീറ്റർ മാറി ഗ്രോത്ത് സെൻ്ററിൽ ഒരുപാട് കമ്പനികളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മുൻപിൽ മുഖ്യമന്ത്രി വന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇനി ഈ മുഖ്യമന്ത്രി ഭരിക്കട്ടെ എന്നുള്ള ഒരു ഇതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ഞങ്ങളുടെ എല്ലാവരുടെയും റേഷൻ കടയിൽ എല്ലാം മേടിക്കും. പണ്ടത്തേനൊക്കെ ആദ്യത്തെ കാലത്തേക്ക് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് റേഷൻ വെച്ച് കഞ്ഞി വയ്ക്കാം, ചോറുണ്ടാക്കാം. പിന്നെ ഞങ്ങളുടെ തുറവൂർ ഹോസ്പിറ്റൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ അത് പൊട്ടിപ്പൊളിഞ്ഞിടുന്ന ഒരു ആശുപത്രിയായിരുന്നു. അതിപ്പോൾ എത്രയോ വികസനത്തിലേക്ക് വന്നു. പിന്നെ സ്കൂളുകൾ ഹൈടെക് ആയില്ലേ. പ്രൈവറ്റ് ആശുപത്രിയിലും നല്ലത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ LDF സർക്കാരിൻ്റെ വളരെ നല്ല പുരോഗമനങ്ങൾ. ഇപ്പോൾ നമുക്ക് 100
കോടി രൂപ മുടക്കിയാണ് നമുക്കൊരു പാലം തന്നേക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ പറയണത് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം പിണറായിയാണ്.